ഇതേ ആവശ്യങ്ങൾ ഞാൻ ചോദിക്കുന്നതാണ്. ഇതേ ആവശ്യങ്ങൾ ഇന്നുണ്ടാക്കി ഇതേ ധാരണ കഴിഞ്ഞ ദിവസത്തെ യോഗത്തിൽ പറഞ്ഞതാണ്. ആ സമയത്ത് ഇവർ പറഞ്ഞത് എന്താണ്? രാജിക്കത്ത് ലഭിച്ചിട്ടല്ലാതെ ഞങ്ങൾ ഒരാളും തിരികെ വീട്ടിലേക്ക് പോകില്ല എന്ന് വിളിച്ചു പറഞ്ഞ പരമമാന്യന്മാർ അവിടെ നിരാഹാര സമരം വരുന്നു. അവർക്കിപ്പോ എന്തായി? അതിലെ സമരം അവസാനിപ്പിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്നത് ലക്ഷ്മി നായർ രാജിവെക്കുക എന്നതാണ്. അതിന്ന് നേടാൻ കഴിഞ്ഞു. വളരെ കൃത്യമായി ഞാൻ അതിനെല്ലാം മറുപടി പറയാം. ഒന്നാമത് ജയിക്ക് പറഞ്ഞ സേ പരീക്ഷയുടെ കാര്യം. ഈ സേ പരീക്ഷയിൽ SFIയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സഖാവ് വിജിൻ വന്നു, പരീക്ഷ എഴുതി, അദ്ദേഹം ഒപ്പുവെച്ചു. നിങ്ങളുടെ വിദ്യാഭ്യാസ മന്ത്രി, നിങ്ങൾ പീറക്കടലാസ് എന്ന് പറഞ്ഞല്ലോ, നിങ്ങളുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒപ്പും സീലോടും കൂടിയാണ് ഈ പീറക്കടലാസ് ആധികാരിക രേഖയായി മാറിയതെന്ന് വളരെ വിനയത്തോടെ ജയിക്കിനോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ രാജിയുടെ കാര്യം, ഞങ്ങൾ പറഞ്ഞത്, ഞങ്ങളുടെ മുദ്രാവാക്യം വളരെ വ്യക്തമായിരുന്നല്ലോ. പ്രിൻസിപ്പൽ ലക്ഷ്മി നായർ രാജിവെക്കണം. അവർ അതിന് തയ്യാറല്ലെങ്കിൽ മാനേജ്മെന്റ് അവരെ മാറ്റണം. മാനേജ്മെന്റ് അതിന് തയ്യാറല്ലെങ്കിൽ സർവകലാശാല അവരുടെ അഫിലിയേഷൻ റദ്ദാക്കണം. സർക്കാർ ദളിത് പീഡനത്തിന് അവരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്യണം. അവരുടെ ഭൂമി ഏറ്റെടുക്കണം. വളരെ കൃത്യമായ മുദ്രാവാക്യല്ലേ? അവർ രാജിക്ക് തയ്യാറായില്ല. മാനേജ്മെന്റ് അവരെ മാറ്റി നിർത്തേണ്ടി വന്നു. ജയിക്കുണ്ടാക്കിയ എഗ്രിമെന്റും ഞങ്ങൾ ഉണ്ടാക്കിയ എഗ്രിമെന്റും വളരെ കൃത്യമാണ്. ഞാൻ വ്യത്യാസം എണ്ണി പറയാം. ജയിക്കിന്റെ എഗ്രിമെന്റിൽ എന്താ പറയുന്നത്? പ്രിൻസിപ്പൽ സ്ഥാനം ഒഴിഞ്ഞു, 5 വർഷത്തേക്ക് ഫാക്കൽറ്റി ആയിട്ടുണ്ടാവില്ല. ഒഴിഞ്ഞു എന്ന് പറഞ്ഞു. ഞങ്ങളുടെ എഗ്രിമെന്റിൽ എന്താ പറയുന്നത്? മാറ്റി നിർത്തി. ലക്ഷ്മി നായർ ഒരു വ്യക്തി ഒഴിയുകയാണ്, സ്ഥാനം ഒഴിയുകയാണ്. ഒഴിയാന്ന് പറഞ്ഞാൽ അവരുടെ സമ്മതത്തോട് ഒഴിയുമ്പോൾ അവരുടെ ഒപ്പതിൽ വേണം. ലക്ഷ്മി നായർ അതിനകത്ത് ഒപ്പിട്ടിട്ടില്ല. ഞങ്ങളുടെ എഗ്രിമെന്റിൽ അവരെ അതോറിറ്റി മാറ്റി നിർത്തുകയാണ്. ഞങ്ങളുടെ എഗ്രിമെന്റിൽ വളരെ കൃത്യമായി ഗവേണിംഗ് കൌൺസിൽ എന്ന് പറയുന്ന ഒരു പദമുണ്ട്. ജയിക്ക്, നിങ്ങളുടെ എഗ്രിമെന്റിൽ ഗവേണിംഗ് കൌൺസിൽ എന്നൊരു പദമില്ല. ഈ മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം, പ്രിൻസിപ്പളെ സംബന്ധിച്ചിടത്തോളം ഗവേണിംഗ് കൌൺസിൽ എന്ന് പറയുന്ന പദത്തിന് പൗരത്വതയുണ്ട്. ഈ കരാറിൽ പറയുന്നു ഗവേണിംഗ് കൌൺസിലിന്റെ തീരുമാനത്തോടെയാണ് അവരെ മാറ്റി നിർത്തുന്നത്. ടെർമിനേഷൻ വിത്തൌട്ട് നോട്ടീസ് പോലും കൊടുക്കാതെ സിൻഡിക്കേറ്റ് ഉപസമിതിയുടെ റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ആ അതോറിറ്റി പ്രിൻസിപ്പാളെ മാറ്റി നിർത്തി. രണ്ടാമത്തെ കാര്യം, വൈസ് പ്രിൻസിപ്പാളിനെ നിയമിക്കാൻ നിങ്ങളുടെ കരാറിൽ എന്താ പറഞ്ഞത്? മാധവൻ പോറ്റി എന്ന് പറഞ്ഞ യോഗ്യതയില്ലാത്ത വൈസ് പ്രിൻസിപ്പാളാ. ഞങ്ങളുടെ കരാറിൽ എന്താ പറയുന്നത്? യൂണിവേഴ്സിറ്റി നിഷ്കർഷിക്കുന്ന മുഴുവൻ യോഗ്യതകളോടും കൂടിയാണ് ഞങ്ങളുടെ പുതിയ പ്രിൻസിപ്പാൾ വരേണ്ടത്. അവിടെ പത്രപരസ്യം നൽകി, ഇന്റർവ്യൂ നടത്തി, റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച ഒരു പ്രിൻസിപ്പാൾ വന്നു കഴിഞ്ഞാൽ കാലപരിധിക്കുള്ളിൽ അദ്ദേഹത്തെ പിരിച്ചുവിടാൻ കഴിയില്ല. മൂന്നാമത്തെ കാര്യം, ഇവിടെ ഞങ്ങൾ മാനേജ്മെന്റിന്റെ അടുക്കളപ്പുറത്തല്ല, ഇത് വിദ്യാഭ്യാസ മന്ത്രിയുടെ മേശപ്പുറത്ത് വെച്ച് നടന്നിട്ടുള്ള ഒരു എഗ്രിമെന്റാ. അതിന് കൃത്യമായ വാലിഡിറ്റി ഉണ്ട്. വിദ്യാഭ്യാസ മന്ത്രി പ്രോ ചാൻസലറാണ് അദ്ദേഹം. ഞങ്ങൾ പറയുന്നു മാനേജ്മെന്റിന്റെ ഒരു ലോക്കൽ മാനേജറുടെ മുമ്പിലല്ല ഞങ്ങൾ ഈ ചർച്ച നടത്തിയിട്ടുള്ളത്. വിദ്യാഭ്യാസ മന്ത്രി ഞങ്ങൾക്ക് ഉറപ്പ് നൽകിക്കുന്നു, ഈ കരാറിൽ എന്തെങ്കിലും ലംഘനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൃത്യമായ ഇടപെടൽ ഇതിനകത്തുണ്ടാകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങൾ പറയുന്നു, ഞങ്ങളുടെ എഗ്രിമെന്റ് വളരെ കൃത്യമായി പറയുന്നു, ആ കോളേജിലെ അവസാനത്തെ വിദ്യാർത്ഥിയെയും ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു. അവസാനത്തെ വിദ്യാർത്ഥിയെ മാത്രമല്ല, ഈ സമരത്തിൽ നിന്നും പാതി വഴിയിൽ പാഞ്ഞോടിയ SFIയുടെ സ്നേഹിതന്മാരെയും അതിൽ ഒപ്പുവെപ്പിക്കാൻ കഴിഞ്ഞു എന്നത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് ഞങ്ങൾ കാണുന്നത്. മന്ത്രിയുടെ ഒപ്പുണ്ട്, ആധികാരികമായ ഒരു രേഖയാണ്. നിങ്ങൾ ഉണ്ടാക്കിയ കരാറും ഞങ്ങൾ ഉണ്ടാക്കിയ കരാറും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ജയിക്ക് അത് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരത്തിൽ നിന്ന് ഈ സമയത്ത് പിന്മാറി. ഞാൻ മറ്റതിഥികളിലേക്ക് പോകുന്നു. ജയിക്ക്, ശ്രീ VS ജോയ്, ഞാൻ ഒറ്റ ചോദ്യമേ ചോദിക്കുന്നത്. ഇതേ കാര്യങ്ങൾ ഒരു മാറ്റവും കൂടാതെ 4-ാം തീയതി നടന്ന ചർച്ചയിൽ പ്രൊഫസർ ശ്രീ രവീന്ദ്രനാഥ് ഉറപ്പ് നൽകിയതാണ്. ശ്രീ വേണു, ഇവർ പറയുമ്പോൾ നമ്മൾ വല്ലാതെ തെറ്റിദ്ധരിക്കപ്പെട്ടു പോവുകയാണ്. 5 വർഷം അവിടെയാണ് നമ്മൾ അടക്കിയത്. 5 വർഷം പറയട്ടെ, 5 വർഷം എന്ന വിഷയത്തിലാണ് നമ്മൾ അടക്കിയത്. ഇന്ന് 5 വർഷം പറഞ്ഞില്ല. ചർച്ചയിൽ ഇതേ തർക്കം ഉണ്ടാവാൻ കാരണം സർ കാലാവധി വെക്കരുത് എന്ന് ഞങ്ങൾ ആവർത്തിച്ച് വിദ്യാഭ്യാസ മന്ത്രിയോട് പറഞ്ഞു. ഞാനിവിടെ പറയുന്നത് വിദ്യാർത്ഥി പ്രതിനിധി എന്നുള്ള പക്ഷത്ത് നിന്നാണ്. ഞങ്ങൾ അവിടെ ആവർത്തിച്ച് പറഞ്ഞു, സർ മാനേജ്മെന്റ് ക്ലാസ് തുടങ്ങാൻ ഞങ്ങളോട് ആവശ്യപ്പെടുമ്പോൾ സർ അത് പറയുന്നത് പോലെ ഈ കാലാവധി വെക്കാതെ ഈ പ്രിൻസിപ്പളെ തൽസ്ഥാനത്ത് നിന്ന് നീക്കാൻ സർ മാനേജ്മെന്റിനോട് ആവശ്യപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി അന്നതിന് തയ്യാറായില്ല. അതുകൊണ്ടാണ് ആ ചർച്ച പിരിഞ്ഞുപോയത്. പക്ഷെ ഇന്ന് നേരെ വിപരീതമായി ഈ പ്രിൻസിപ്പലിനെ ഈ സ്ഥാനത്ത് നിന്ന് കാലപരിധി വെക്കാതെ പറഞ്ഞു വിടാൻ, നീക്കം ചെയ്യാം എന്ന് പറയാൻ വിദ്യാഭ്യാസ മന്ത്രി തയ്യാറാവുകയും അത് മാനേജ്മെന്റ് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. പിന്നെ രാജിയുടെ കാര്യം, ഇപ്പൊ ജയിക്ക് ഞങ്ങളെ കളിയാക്കിയതുപോലെ തിരിച്ച് ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ രാജി എന്ന ആദ്യം മുദ്രാവാക്യം വെക്കുന്നത് SFIക്കാരാണ്. അവരെന്നിട്ട് ഈ 5 വർഷം എന്ന് പറയുന്ന ഈ പീറക്കടലാസം മേടിച്ച് അവര് പിരിഞ്ഞുപോയി. അപ്പൊ ഇവർക്ക് എന്ത് യോഗ്യതയുള്ളത്? രാജി എന്ന് പറഞ്ഞിട്ട് ഇത്രയും നല്ലൊരു ഡോക്യുമെന്റ് വാങ്ങി ഈ പ്രിൻസിപ്പലിനെ കാലാവധി പറയാതെ ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്ത് ഞങ്ങൾ ആ സമരത്തിൽ നിന്ന് പിന്മാറുമ്പോൾ ഞങ്ങളെ വിമർശിക്കാൻ എന്ത് യോഗ്യതയുള്ളത്?